ജപ്പാനിലെ ഒരു മൃഗശാലയായ ഹീലിംഗ് പവലിയൻ പൊടുന്നനെ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് വരുന്നതിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിലൊന്നായ ജപ്പാനിൽ എന്തിനാണ് ഇങ്ങനെയൊരു നിരോധനമെന്നാണ് പലരും ചോദിക്കുന്നത്. സംഭവം എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിലൊന്നായാണ് ജപ്പാനെ കണക്കാക്കപ്പെടുന്നത്. ജപ്പാനിലെ ജനസംഖ്യ ഏകദേശം 120 ദശലക്ഷം മാത്രമാണെങ്കിലും സാമ്പത്തികമായി ഏറ്റവും മികച്ച വികസിത രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. വികസിത രാജ്യമാണെങ്കിലും സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ ജപ്പാനിൽ ഇപ്പോഴും വ്യാപകമാണ്. പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെ പതിവായി ലൈംഗികാതിക്രമങ്ങൾ നടക്കുന്നതായി ആരോപണങ്ങളുണ്ട്. ഈ ലൈംഗികാതിക്രമം ജപ്പാന്റെ മറ്റൊരു ഇരുണ്ട വശങ്ങളിലൊന്നായി. ഇത്തരം ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ജാപ്പനീസ് പാർക്ക് പുരുഷന്മാരെ പൂർണ്ണമായും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഹീലിംഗ് പവലിയൻ ജപ്പാനിലെ ഒരു പ്രസിദ്ധമായ പാർക്കാണ്. അവിടെ പുരുഷന്മാർക്ക് പൂർണ്ണമായും വിലക്കുണ്ട്. സത്യത്തിൽ പുരുഷ സന്ദർശകർ അവിടെയുള്ള വനിതാ ജീവനക്കാരെയും വനിതാ അതിഥികളെയും ആവർത്തിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്നാണ് വിവരം. ഇത് തടയുന്നതിനായി സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായിരുന്നില്ല. തൽഫലമായി മറ്റു മാർഗങ്ങളില്ലാതെ പുരുഷന്മാർ മൃഗശാലയിലേക്ക് ഒറ്റയ്ക്ക് വരുന്നത് പൂർണ്ണമായും നിരോധിച്ചു. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമായ ടോച്ചിഗ്രി പ്രിഫെക്ചറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാല സന്ദർശകർക്ക് ഒരു സവിശേഷ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. മാത്രമല്ല, പാർക്കിൽ സന്ദർശകർക്ക് വിവിധ മൃഗങ്ങളെ ലാളിക്കുവാനും ആസ്വദിക്കുവാനും കഴിയും. അവർക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയും. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ മൃഗശാലയാക്കി ഹീലിംഗ് പവലിയനെ മാറ്റി. എന്നാൽ പുരുഷന്മാർ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് കണ്ടതോടെ നിയമലംഘനങ്ങളുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിച്ചതോടെ ജനുവരി 26-ന് നിരോധനം പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ പുരുഷന്മാരെ ഒറ്റയ്ക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് അഹങ്കാരമോ തെറ്റിദ്ധാരണയോ കൊണ്ടല്ല. ഇവിടെ വരുന്ന പല പുരുഷന്മാർക്കും ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു ക്ലബ്ബല്ല. നിങ്ങൾക്ക് ശരിക്കും മൃഗങ്ങളെ ലാളിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ വരൂ. മൃഗശാലയുടെ പ്രവേശന കവാടത്തിൽ ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പും അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് വരുന്ന പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്നും കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അവരോടൊപ്പം വരണമെന്നും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് വരുന്ന പുരുഷന്മാർ വനിതാ ജീവനക്കാർക്കും സന്ദർശകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ അവരുടെ പ്രവൃത്തികൾ നാണക്കേടുണ്ടാക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളതിനാലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്ന് മൃഗശാല ഡയറക്ടർ മിസാമാമ പറഞ്ഞു. എന്നാൽ പാർക്ക് നിർദ്ദേശിക്കുന്ന നിയന്ത്രണ നടപടികൾ പുരുഷന്മാർക്കെതിരായ ലിംഗവിവേചനമായും പലരും ശക്തമായി വിമർശിച്ചു. ഒറ്റയ്ക്ക് വരുന്ന പുരുഷ സന്ദർശകരെ നിരോധിക്കുന്നതിലൂടെ കൂടുതൽ പീഡന സംഭവങ്ങൾ തടയുകയാണ് മൃഗശാല ലക്ഷ്യമിടുന്നത്. സുരക്ഷയും വിവേചനവും സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടെങ്കിലും മൃഗശാലയുടെ പ്രാഥമിക പരിഗണന സന്ദർശകരുടെ ക്ഷേമമാണ്. വികസിത രാജ്യമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈംഗികാതിക്രമങ്ങളിൽ ജപ്പാൻ ഇപ്പോഴും പിടിമുറുക്കുന്നുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതു ഇടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ സംഭവം എടുത്തു കാണിക്കുന്നു.